ഹലോ ഇറ്റ്സ് മേക്ക് ഫ്രം മേക്കേഴ്സ് വീഡിയോസ്. ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നത് ഏതെങ്കിലും ഒരു സാരി കൊണ്ടായിരിക്കും ഞാൻ വരുന്നുണ്ടാവുക. പക്ഷേ ഇന്ന് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. ഈ ഒരു സെയിം ലുക്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇപ്പം നിങ്ങൾ വന്നിട്ടേ ഉള്ളൂ. സെയിം സാരി എടുത്താൽ സാരിയുടെ കളത്തിൽ റോൾ ചെയ്തിട്ടുള്ള വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും. അതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കാണുന്നത് കുറച്ച് ബ്ലൗസ് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഡിസൈൻ തുടങ്ങിയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഡിസൈനിങ് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ബട്ട് നമ്മുടെ പാർട്ടായിട്ട് നമ്മൾ ഡിസൈനിങ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ബ്രൈഡൽസ് ഏതെങ്കിലും ആൾക്കാർക്ക് അതിൻ്റെ ബ്രൈഡ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ബ്ലൗസ് ഡിസൈനിങ്ങിൻ്റെ പേജ് നമ്മൾ തീർച്ചയായും ഇതിൽ ടാഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 250 മുതലാണ് നമ്മൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനിങ് നമ്മൾ 250 ആണ് പേ ചെയ്തത്. അപ്പോൾ ആ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈസ് എന്തായാലും ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ബ്രൈഡൽ ബ്ലൗസും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരണം എന്നുണ്ട്. നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വലിയ ഡിസ്കൗണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. ഒരു വർക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ സെയിം ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാനൊരു 3 ബ്ലൗസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഇട്ടേക്കാം. ഫസ്റ്റ് ബ്ലൗസ് വന്നത് ഈ ഒരു ഹാൻഡിൽ, അതായത് സ്ലീവിൽ ഞാൻ ഹാങ്ങിങ്സ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് 250 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഹാങ്ങിങ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഈ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഗ്രീൻ ബ്ലൗസിൽ നെക്കിലായിരുന്നു ഈ ഡിസൈൻ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിത് സ്ലീവിൽ വേണമെന്നുണ്ടായിരുന്നു. അതും ആൾ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചെയ്തിട്ടുള്ള പേജെല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇതും അതേപോലെ തന്നെ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എക്സാക്റ്റ് ആ ഒരു ബീഡ്സ് അല്ലെങ്കിൽ പോലും എനിക്ക് ആ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതേപോലെ ബ്ലൗസ് ഡിസൈൻ വേണ്ടി തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ലേ.